യെസ്, അപ്പൊ NSMC പുതിയൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോളിനോമിയൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ല, നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്താണെങ്കിലും എൻട്രൻസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോർ ടോപ്പിക് തന്നെയാണ് പോളിനോമിയൽസ് എന്ന് പറയാം. അപ്പൊ മക്കളെ, ക്ലാസ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്സും ബുക്കും പെന്നും ഒക്കെ എടുത്ത് തന്നെ ഇരിക്കുക. ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാം, ഡയറക്റ്റ് ആയിട്ട് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിലുള്ള തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നോക്കാം. ഫൈൻ ദി ഫാക്ടേഴ്സ് ഓഫ് 36+. ആ വലിയൊരു ഇക്വേഷൻ തന്നു, അതിന്റെ ഫാക്ടേഴ്സ് എന്താന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എടാ, ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് ഇപ്പൊ ഒരു സിമ്പിൾ ഇക്വേഷൻ തരാം. ഇപ്പൊ 3x + 4x² ആണെന്ന് വരിക. എന്താണ് 3x + 4x² ആണ്. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറയാണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രേ നോക്കേണ്ടുള്ളൂ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും പുറത്തേക്ക് എടുക്കാനുണ്ടോ? കോമൺ ആയിട്ട് ആരെങ്കിലും പുറത്തേക്ക് എടുക്കാനുണ്ടോ? ഉണ്ട്. ആരെയാണ്? ഇത് രണ്ടിനും എക്സിന് പുറത്തേക്ക് എടുത്തൂടെ? രണ്ടിലും എക്സ് ഉണ്ട്. അപ്പൊ രണ്ടിനെയും എക്സ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ബാക്കി ആരാണ്ടാവുക? ഇവിടെ 3x എക്സ് പോയിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ്ടാവുക? ഇവിടെ 3 ആണ് ഉണ്ടാവുക. പിന്നെ ഈ 4x² എക്സ് പോയാൽ പിന്നെ ബാക്കി ആരാണ്ടാവുക? നോക്ക്, 4x² എന്ന് പറഞ്ഞാൽ എന്താണ്? 4x × x ആണ്. ഈ എക്സ് പോയി എന്നിരിക്കും, പിന്നെ ബാക്കി ആരാണ്ടാവുന്നത്? 4x ഉണ്ടാവുന്നത്. അപ്പൊ 3 + 4x. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞാൽ 3x + 4x² ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ എല്ലാവരും ചെയ്യും. എന്താണ്? 3 × x × 3 + 4x ആണ്. അല്ലെങ്കിൽ ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? എക്സും 3 + 4x ആണ് ഇതിന്റെ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മളോട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം, ഒരു ക്വസ്റ്റ്യനിലേക്ക് നന്നായിട്ട് നോക്കുക, ഇതിൽ എല്ലാ ടേംസിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ആളുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നോക്കട്ടെ. എല്ലാ ടേംസിലും ഒന്നൊരു പറഞ്ഞേ, കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം. അതായത് ഞാനിപ്പോ ഇവിടേക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ z - y/3 + x ഉണ്ട്, ഇവിടെ z - y/3 + x ഉണ്ട്, ഇവിടെ z - y/3 + x ഇല്ല. പക്ഷെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? അതായത് ഈ ഇക്വേഷന് ഇയാളെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇയാളെന്ന് പറഞ്ഞാൽ ബേസിക്കലി 4 കോമൺ എടുത്താൽ പിന്നെ ബാക്കി ആരാണ്ടാവുക? z - y/3 + 4 ആണ്, + x ആണ്. ശരിയല്ലേ? അതായത് ഈ എല്ലാ ടേംസിൽ നിന്നും ഞാൻ 4 കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ z - y/3 + x ആണ്. അതായത് ഇവിടെയും z - y/3 + x ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. എല്ലാ ടേംസിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കാൻ പോകുന്ന ആള്. അപ്പൊ ആ ടേമിൽ നിങ്ങൾ ഇവിടെ വലിയൊരു ടേം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പേര് വിളിക്കണം. ലൈക്ക് എന്തെങ്കിലും ഒരു ലെറ്റർ. ഇപ്പൊ ടി എന്ന് വിളിക്കാം. ഓക്കെ, എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ടി എന്ന് വിളിക്കാം. അപ്പൊ z - y/3 + x ദിസ് ഈസ് ഈക്വൽ ടു നിങ്ങൾ എന്ത് വിളിക്കുക? ടി എന്ന് വിളിക്കാം. ടിയോ എഫോ എന്ത് വേണമെങ്കിലും വിളിക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ സിംപ്ലിഫൈ ആയി വരുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? 36 + 11. അതായത് ഇയാൾക്ക് പകരം 11 ഇയാൾക്ക് പകരം ഞാൻ എന്ത് വിളിച്ചു? ടി എന്ന് വിളിച്ചു. എന്താ വിളിച്ചേ? ടി എന്ന് വിളിച്ചു. മക്കളെ പറ. ഞാൻ അടുത്ത് -12 × ആരാ പറയാ? നോക്കടാ, ഇവിടെ 12 × ഈ സാധനം സ്ക്വയർ എന്നാ. ഈ സാധനത്തിന്റെ വേറൊരു പേരാണെന്ത്? ടി എന്നുള്ളത്. അപ്പൊ എന്തായിട്ട് വരും? -12 t² എന്ന് വരും. ഓക്കെ, റെഡി. ഓക്കെ, ഞാൻ അടുത്ത് പ്ലസ് ഇയാളെന്ന് പറഞ്ഞാൽ, അതായത് ഇയാളെന്ന് ഞാൻ പറഞ്ഞു, ഇയാളെന്ന് പറഞ്ഞാൽ 4 × z - y/3 + x ആണ്. ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇയാൾക്ക് വരെ നമുക്ക് എന്ത് വിളിക്കാം? ടി എന്ന് വിളിച്ചൂടെ? ടി എന്ന് വിളിക്കാം. അപ്പൊ ഇതെന്താണ്? ബേസിക്കലി ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 4t ആണ്. 4t - 9. കാരണം -9 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്തായിട്ട് വരും? 4t - 9 ആണ്. ഇനി ഒരു ബ്രാക്കറ്റ് കൂടി ഉണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെ ആര് ബ്രാക്കറ്റിൽ ബാക്കി വേറെ ആരുള്ളത്? 5 + 3z - y + 2x. നമ്മളിപ്പോ ഇതൊക്കെ ചെയ്ത് എന്തിനാണ്? ഈ z - y/3 + x ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ഒഴിവാക്കി നമ്മൾ എല്ലാത്തിനെയും ടിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വേറെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ. എന്താണ് ആ പ്രശ്നം? എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ഇങ്ങനെ ഒരാളുണ്ട്, 3z - y + 2x. നമ്മൾ ഈ ചെയ്തത് ഇവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ z ഉം y ഉം x ഒക്കെ ഉള്ള ഒരു ടേം വീണ്ടും ഉണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഒരു ടേമിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ, ഈ താഴെയുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ 3z ഉണ്ട്, -y + 2x ഉണ്ടല്ലോ. ഞാൻ ഇതിനെ ഈ ഇക്വേഷൻ രണ്ട് ഭാഗത്തും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. ഈ ഇക്വേഷനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാ ചെയ്യുന്നത് ഇപ്പൊ മനസ്സിലാവും. നോക്ക്, അപ്പൊ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ 3, ഇവിടെ 3 ആളും മൾട്ടിപ്ലൈ ആയി പോയി. അപ്പൊ എന്തായിട്ട് വരും? 3z
മൈനസ് 3 ഇൻറ്റു വൈ ബൈ 3 പ്ലസ് 3 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 3t എന്ന് വരും. ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ 3യും പോയി. അപ്പൊ 3z മൈനസ് വൈ പ്ലസ് 3x ഈസ് ഈക്വൽ ടു എന്ത് വരും? 3t എന്ന് വരും. എടാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാ ചെയ്തത്? വെറുതെ ചെയ്താണോ? അല്ല, എനിക്ക് ഇയാളെ ഒഴിവാക്കണം. ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടി 3z മൈനസ് വൈ ഒക്കെ കിട്ടി, കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ ഇവിടെ 3x ആണുള്ളത്, ഇവിടെ ആണെങ്കിൽ 2x. പെട്ടിയില്ലേ? നമ്മൾ പെട്ടിയില്ലേ? ഇല്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ എന്ത് പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇവിടെ 3z മൈനസ് വൈ പ്ലസ് 3x ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? 3x മൈനസ് വൈ പ്ലസ് 2x ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ രണ്ട് ഭാഗത്തും ഒരു എക്സ് സബ്ട്രാക്ട് ചെയ്താൽ പോലെ പ്രശ്നമായിട്ട് തീർന്നില്ലേ? പ്രശ്നം തീരും. അത് നമുക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്, പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കും. ഇവിടെയും എക്സ് സബ്ട്രാക്ട് ചെയ്യുക, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യടാ? എക്സ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ പറടാ 3x മൈനസ് വൈ, ഈ 3x മൈനസ് എക്സ് എന്താണ്? പ്ലസ് 2x ആണ്. ഈസ് ഈക്വൽ ടു എന്ത് വരടാ? 3t മൈനസ് എക്സ് എന്ന് വരും. അതായത് ഈ സാധനത്തിന്റെ പകരം നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? അതായത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനം. ഓക്കെ, റെഡി. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പൊ ബാക്കി വേറെ ആരും കൂടി ഉണ്ട്, 5+ എന്നുള്ള ഒരാൾ കൂടി ഉണ്ട്. മൈൻഡ് ചെയ്യാതെ നിൽക്കരുത്. അപ്പൊ 5 ഉണ്ട്. 5+ നമുക്ക് എന്ത് കിട്ടിയടാ? 3t മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ കുറച്ചും കൂടി ഒരു വൃത്തിയുള്ള ഇക്വേഷൻ ആയിട്ടുണ്ട് അല്ലെ? ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ തീരെ വൃത്തിയില്ല. നമ്മളിപ്പോൾ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, ഈ ഒരു ഇക്വേഷനെ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് തുറക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ, അതായത് കറക്റ്റ് കുറേ ടേംസ് ക്യാൻസൽ ആയി പോകും, സിംപ്ലിഫൈ ആയി പോകും, കറക്റ്റ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനുള്ള ഒരു രൂപത്തിലേക്ക് എത്തും. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഡയറക്റ്റ് ആയിട്ട് നല്ലൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട്, നല്ലൊരു ക്വസ്റ്റൻ ആണിത്. അത്ര എന്താ പറയാ, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ, ഇതിലുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, നോക്കണം. 36 പ്ലസ് 11t മൈനസ് 12t സ്ക്വയർ. എടാ മൾട്ടിപ്ലൈ. എടാ ഇവിടെ ഇത് ഇങ്ങോട്ട്, ഇയാളാണെങ്കിൽ ഇങ്ങോട്ട് 3 ആള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ 40 × 5 എന്ത് വരടാ? 20t. ആർക്കും ബുദ്ധിമുട്ടില്ല. ഇനി ഇത് 40 × 3t എന്ന് പറഞ്ഞാൽ 4 × 3 12 ആണ്. t × t എത്രയാണ്? 12t സ്ക്വയർ ആണ്. ഓക്കെ, 20t. അപ്പൊ 40 × 3t 12t സ്ക്വയർ. ഇനി ഇത് 40 × മൈനസ് എക്സ്, അപ്പൊ എന്താണ്? മൈനസ് 40x. ഇത് മൈനസ് 9 × 5, എന്താണ്? മൈനസ് 45. ഇത് മൈനസ് 9 × 3t എന്താണ്? മൈനസ് 27t. ഇത് മൈനസ് 9 × മൈനസ് 6 പറടാ എന്താണ്? പ്ലസ് 9x ആണ്. അപ്പൊ ഇത്രയും ടേംസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? നമുക്ക് ഒരേപോലത്തെ ലൈക്ക് ടേംസിനൊക്കെ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാനുള്ളവരെ ക്യാൻസൽ ചെയ്യാം, ആഡ് ചെയ്യാനുള്ളവരെ ആഡ് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ഇത് ഉള്ളുന്നൊരു ടെൻഡൻസി. നോക്കി ഇവിടെ മൈനസ് 12t സ്ക്വയർ പ്ലസ് 2 കാണുമ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്ത് വേറെ ആരാണ് ക്യാൻസൽ ചെയ്യാനുള്ളത്? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ 11t ഉണ്ട്, ഇവിടെ 20t ഉണ്ട്. 11t 20t എന്തായിട്ട് വരും? 31t അല്ലെ? 31t ഉണ്ട്. 31t മൈനസ് 27t, എത്രയാണ്? 40 എന്ന് വരും. 31 മൈനസ് 27 4 അല്ലേ? അപ്പൊ 31t മൈനസ് 27t എന്താണ്? 40. അതായത് ലൈക്ക് ടേംസിനെ മാത്രം പിടിക്കാം. ഇനി അടുത്ത് വേറെ ആരെ പിടിക്കാനുള്ളത്? എല്ലാവരും പിടിക്കാം. നമ്മളെല്ലാവരും പിടിക്കും, ഒരാളെയും വിടൂല. ഇവിടെ 36 ഉണ്ട്, നമ്പേഴ്സ് ആയിട്ട്. പിന്നെ വേറെ ആള് 36 ഉണ്ട് മൈനസ് 45. 36 മൈനസ് 45 എത്രയാണ്? മൈനസ് 9 ആണ്. ഇനി അടുത്ത് വേറെ ആരെയും പിടിക്കാണ്ട് ഇവിടെ മൈനസ് 40x ഉണ്ട്, 9x ഉണ്ട് അല്ലെ? മൈനസ് 40x പ്ലസ് 9x ഇതുവരെ എത്തി. എടാ ഇതുവരെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്, ഉള്ളിൽ നിന്ന് വരട്ടെ. എന്താണ്? ഇവിടെ 40 മൈനസ് 40x. എടാ ഒരേപോലത്തെ ആൾക്കാരല്ലേ? ഒരേപോലത്തെ ആൾക്കാരെ എന്തിനാ ഇങ്ങനെ വിട്ട് നിൽക്കുന്നത്? ഒരടുത്ത് നിൽക്കട്ടെ. അപ്പൊ ഒരേപോലത്തെ ആൾക്കാരെ ഒരടുത്തടുത്ത് നിൽക്കട്ടെ. 40 40x അപ്പൊ എന്തായിട്ട് വരും? 40 മൈനസ് 40x. അടുത്ത് ഇവിടെ മൈനസ് 9 ഉണ്ട്, പ്ലസ് 9x ഉണ്ട്. എടാ പറടാ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞോളെ, നിങ്ങൾ തന്നെ ചെയ്തോളെ. എന്താ ചെയ്യാ? ഇവിടെ 40 മൈനസ് 40x ആണ്. ഇത് രണ്ടിൽ നിന്ന് ആരെ കോമൺ ആക്കി എടുക്കാൻ പറ്റും? 40 കോമൺ ആക്കി എടുത്തൂടെ? 2 40 ഇല്ലേ? കോമൺ ആക്കി എടുത്തൂടെ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 40 കോമൺ ആക്കി എടുത്തു. പിന്നെ ബാക്കി ഇതിൽ നിന്ന്, ഫസ്റ്റ് ടേമിൽ നിന്ന് 40, ഇതിൽ നിന്ന് 40 കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ ആരും ഉണ്ടാവില്ല എന്ന് ഇരിക്കരുത്. പിന്നെ അവിടെ ആരുണ്ടാവും? 1 ഉണ്ടാവും. കാരണം എന്താണ്? 40 എന്ന് പറഞ്ഞാൽ 40 × 1 ആണ്. റെഡി? അതുകൊണ്ട് തന്നെ 40 കോമൺ ആക്കി എടുത്തതിന്റെ ബാക്കി ആരുണ്ടാവും? 1 ഉണ്ടാവുക. അപ്പൊ അതേപോലെ ഈ ടേമിൽ നിന്ന് 40x നിന്നിട്ട് നമ്മൾ എന്ത് എടുക്കണം? 40 എടുക്കണം. പിന്നെ ബാക്കി ആരുണ്ടാവുക? എക്സ് ആണ് ഉണ്ടാവുക. ബേസിക്സ് ആണ് മക്കളെ, മനസ്സിലാക്കുക. അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവാം.
അപ്പോൾ 40x 40 എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി എക്സ് ഉണ്ടാവുക. ഇനി ഈ ടേമിൽ ആരാ കോമൺ ആക്കി എടുക്കണ്ടാവുക? അതിന് രണ്ടിടത്തുനിന്ന് നമുക്ക് -9 കോമൺ ആക്കി എടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. അത് ഇതിലും -9 ഉണ്ട്, മറ്റേതും -9 ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളൂ. ഞാൻ കാണിച്ചുതരാം, ഡയറക്റ്റ് ആയിട്ട് കാണാത്തത് ഞാൻ കാണിച്ചുതരാം. ഇതിൽ നിന്ന് -9 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേമിൽ -9, രണ്ടെണ്ണത്തുനിന്ന് ഞാൻ -9 ആണ് കോമൺ ആക്കി എടുക്കുന്നത്. ആദ്യത്തിൽ നിന്ന് -9 എടുക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി ഉണ്ടാവും 1 ഉണ്ടാവുക. പിന്നെ ഇവിടെ 9x ആണുള്ളത്. ഈ 9x നിന്ന് -9 പുറത്തേക്ക് എടുത്താൽ പിന്നെ ബാക്കി ഉണ്ടാവുക അറിയാം. കാരണം 9x എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ എഴുതി കൂടെ, -9 × -x എന്ന് എഴുതി കൂടെ. ആർക്കും ബുദ്ധിമുട്ടുണ്ടോ? കാര്യം മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്, പ്ലസ് ആണ്. അപ്പൊ ഈ -9 കോമൺ ആക്കി എടുത്തതിന് ബാക്കി ഉണ്ടാവുക -x ആണ് ഉണ്ടാവുക. തെറ്റിക്കരുത്, അതാണ് കാര്യം. പല കുട്ടികളും വലിയ ക്ലാസ്സിൽ എത്തിയാൽ പോലും ഈ തെറ്റ് വരുത്താറുണ്ട്. അപ്പൊ ആ കോമൺ ആക്കി എടുക്കുന്ന സമയത്ത് -9 ആണ് നിങ്ങൾക്ക് ഇപ്പൊ എന്തുണ്ടോ -9 എടുത്ത്, കാര്യം -9 എടുക്കുന്ന സമയത്ത് കാണിച്ചുതരാം. -9 എടുക്കുമ്പോൾ 1 - x വരും. അപ്പൊ ഇവിടെയും 1 - x വന്നു, ഇവിടെയും 1 - x വന്നു. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് -9 തന്നെ എടുത്തത്. വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 9 കോമൺ ആക്കി എടുക്കാം, പക്ഷെ കറക്റ്റ് ഈ ഒരു സംഭവം വരില്ല. അപ്പൊ ഈ ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെയും 1 - x ഉണ്ട്, ഇവിടെയും 1 - x ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കറക്റ്റ് -9 തന്നെ കോമൺ ആക്കി എടുത്ത്. തെറ്റിക്കരുത്. ഓക്കെ, ഇനി 41 - x -9 × 1 - x രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട് 1 - x ഉണ്ട്. അപ്പൊ 1 - x കോമൺ ആക്കി എടുക്കാം. അപ്പൊ ഈ 1 - x നോക്കടാ, 1 - x കോമൺ ആക്കി എടുത്താൽ പിന്നെ ഇതിൽ ആരാണ്ടാവുക, ഈ ടേമിൽ നിന്ന് 40 ഉണ്ടാവും. പിന്നെ അടുത്ത ടേമിൽ ആരാണ്ടാവുക, -9 ഉണ്ടാവും. അതായത് ആദ്യത്തെ ടേം ഇതാണ്, രണ്ടാമത്തെ ടേം ഇതാണ്. അപ്പൊ ആ രണ്ട് ടേമിൽ ആദ്യത്തെ ടേമിൽ നിന്ന് 40 എടുത്താൽ 1 - x എടുത്താൽ പിന്നെ 40 ഉണ്ടാവും. രണ്ടാമത്തെ ടേമിൽ നിന്ന് 1 - x എടുത്താൽ പിന്നെ ആരാണ്ടാവുക, -9 ഉണ്ടാവും. അപ്പൊ അതാ കോമൺ എടുത്ത് ഞാൻ അതേപോലെ എഴുതിയതുള്ളൂ. ഓക്കെ, 1 - x എടുത്താൽ പിന്നെ ആദ്യത്തെ ടേമിൽ 40, പിന്നെ രണ്ടാമത്തെ ടേമിൽ എന്താ ഉണ്ടാവുക, -9. ഇതാണ് പരിപാടി. അപ്പൊ നമ്മൾ ഫാക്ടറൈസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഫാക്ടറൈസ് ആയി കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. നോക്ക്, എന്തായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് 1 - x ഇൻറ്റു, മക്കളെ പറ, 1 - x ഇൻറ്റു പറ 40 - 9 ആണ് കിട്ടിയത്. എടാ പറയും. അപ്പൊ 1 - x ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ എന്താ വരിക, 4 ഇൻറ്റു പറ x മൈനസ് ഇവിടെ പോയി x അല്ല, t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, t എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു z - y/3 + x ആണ്. എന്താണ് z - y/3 + x ആണ്, -9 ആണ്. ഓക്കെ, ഇതിലേക്ക് നോക്കുന്ന സമയത്തേ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ഉള്ളത് നോക്കാം. അപ്പൊ ഇതൊന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 1 - x ഇൻറ്റു പറഞ്ഞേ, ഇത് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4z - 4y/3 + 4x - 9. ഞാൻ ഒന്നും ചെയ്തില്ല, എന്ത് മാത്രം ചെയ്തിട്ടുള്ളൂ, ഇത് ഇങ്ങോട്ടേക്കും എല്ലാ ടേംസും മൾട്ടിപ്ലൈ ചെയ്തെന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്, 1 - x ഇൻറ്റു 4z - 4/3 + 4x - 9. ഇതല്ല കിട്ടിയത്, 4z - 4y/3 + 4x - 9. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചു. ഇതിൽ എങ്ങനെ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം, നെഗറ്റീവ് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിച്ചു. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെ ചെയ്തെന്നുള്ള. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ കണ്ടു പഠിച്ചു, ഓക്കെ റൈറ്റ്, എന്നിട്ട് വീഡിയോ പോസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോട്ട്ബുക്കിൽ ചെയ്താൽ എന്നിട്ട് ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പം കാര്യങ്ങൾ സെറ്റായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും തെറ്റുകൾ വരുത്തുന്നത് വെരി കോമൺ. തെറ്റുകളിൽ നിന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ax³ നമുക്കൊരു ക്യൂബിക്, അതായത് 3rd ഡിഗ്രി നോക്കണം, 3rd ഡിഗ്രി അല്ലേ, ഇവിടെ 3rd ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഒരു ഫാക്ടർ തന്നിട്ടുണ്ട്, x+2 ആസ് എ ഫാക്ടർ തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആൻഡ് ലീവ്സ് എ റിമൈൻഡർ 4 വെൻ ഡിവൈഡഡ് ബൈ x - 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് a and b എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്ട് മനസ്സിലാക്കാണ്ട്. ഈ ഫാക്ടർ തിയറം, റിമൈൻഡർ തിയറം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഫാക്ടർ തിയറം ഇത്രേ പറയുന്നുള്ളൂ, വളരെ ഈസിയാണ്. നമുക്കൊരു p(x) എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. ആ p(x) എന്ന് പറയുന്ന പോളിനോമിയലിന് ഒരു x - a ഒരു ഫാക്ടർ ആണെങ്കിൽ, എന്നോട് പറഞ്ഞ x - a ഫാക്ടർ ആണെങ്കിൽ p(a) ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, റെഡി. p(x) എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് x - a എങ്കിൽ p(a) 0 ആയിരിക്കും. അപ്പൊ x - 2 ഒരു ഫാക്ടർ ആണെങ്കിൽ p(2) 0 ആയിരിക്കും. x - 3 ഒരു ഫാക്ടർ ആണെങ്കിൽ p(3) 0 ആയിരിക്കും. അതായത് ഇവിടെ എത്ര ആവശ്യം മതി, ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ +2, ഇവിടെ -3 ആണെങ്കിൽ +3. അതാണ് മക്കളെ പറഞ്ഞത്. x+2 ഒരു ഫാക്ടർ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, p(-2) ഈക്വൽ ടു 0 ആയിരിക്കും വരാം. ഓക്കെ, ഇവിടെ ഉള്ള സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സൈനിന്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ നോക്കുമ്പോഴേ
അങ്ങനെ നോക്കുമ്പോൾ നോക്കണം, ഈ ഫാക്ടർ, ഈ ഇക്വേഷന് x+2 ഫാക്ടറാണ്. അതായത് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ എന്താണ് മക്കളെ പറ, ax³ പ്ലസ് bx² പ്ലസ് x-6 ആണല്ലോ. അപ്പൊ പി ഓഫ് x+2 ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കത്തിയിട്ടുണ്ടായിരിക്കണം, അപ്പൊ നമുക്ക് കത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ ഏത് രാത്രി നിങ്ങൾ ഉറക്കത്ത് വന്ന് വിളിച്ചാലും നിങ്ങൾ പറയണം x+2 ഫാക്ടർ ആണെങ്കിൽ സാറേ എന്താണ് p(-2) എന്താണ് 0 ആണ്. x+3 ഫാക്ടർ ആണെങ്കിലോ p(-3) 0 ആണ്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഏത് സിമ്പിൾ ആണോ ഒന്ന് +2 ആണെങ്കിൽ -2 ആക്കി കൊടുക്കുക. ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ x+2 ഫാക്ടർ ആണെങ്കിൽ p(-2) എന്തായിരിക്കും 0 ആയിരിക്കും. ആദ്യത്തെ പോയിന്റ്. ഓക്കെ, ഇനി അടുത്തതാണ് റിമൈൻഡർ തിയറം. അടുത്ത പറഞ്ഞ ആൻഡ് എന്താണ് ലീവ്സ് എ റിമൈൻഡർ 4 when divided by x-2. റിമൈൻഡർ തിയറം പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. എന്ത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. അതിനെ നമ്മൾ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും p(-2) ആയിരിക്കും. കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും p(-2) ആയിരിക്കും. നമ്മളിപ്പോൾ x-3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ റിമൈൻഡർ എന്തായിരിക്കും p(3) ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നേരത്തെ കേസിൽ എന്തായിരുന്നു പറഞ്ഞത്, ആ സാധനം =0 എന്നായിരുന്നു. ഇവിടെ പറയുന്നത് റിമൈൻഡർ ഈക്വൽ ടു ആ സാധനം എന്നുള്ളത്. ഇപ്പൊ x-3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ p(3) ആയിരിക്കും എന്ത് റിമൈൻഡർ. ഇതാണ് റിമൈൻഡർ തിയറം പറയുന്നത്. റിമൈൻഡർ എന്തായിരിക്കും p(3). ഇപ്പൊ x-4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തെങ്കിൽ p(4) ആയിരിക്കും എന്ത് റിമൈൻഡർ. ആ സൈന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ലൈക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കിട്ടാനുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ റിമൈൻഡർ തിയറം ആലോചിക്കണം. അതായത് ഇപ്പൊ x-3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പൊ മനസ്സിലാക്കണം റിമൈൻഡർ എന്താണ് p(3) ആണ്. ഇനി ഫാക്ടർ തിയറം എപ്പോഴാണ് കറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇതൊരു ഫാക്ടർ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പം x-2 ഒരു ഫാക്ടർ ആണെങ്കിൽ അപ്പം മനസ്സിലാവണം എന്ത് p(2) ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും. അതാണ് ഫാക്ടർ തിയറും റിമൈൻഡർ തിയറും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിലെ റിമൈൻഡർ 4 when divided by x-2 എന്ന് പറഞ്ഞു. x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും അതന്നെ p(2) ആയിരിക്കും. x-2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും p(2) ആയിരിക്കും. ഈ കിട്ടുന്ന റിമൈൻഡർ p(2) ആണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഈ റിമൈൻഡർ 4 കൂടിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ p(2) എന്താണ് 4 ആണ്. ഒരു ബുദ്ധിമുട്ടില്ല. p(2) എന്താണ് 4 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് മതി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തത് p(-2) = 0 എന്നുള്ളതാണ്. p(-2) = 0 എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് തൽക്കാലം p(2) = 4 എന്നുള്ളത് നമുക്ക് അടുത്ത പേജിലേക്ക് കൊടുക്കാം. ഓക്കെ, p(2) = 4 എന്നുള്ളത് അടുത്ത പേജിലേക്ക് കൊടുക്കാം. അപ്പൊ p(-2) = 0 എന്ന് പറയുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. p(x) എന്ന് പറയുമ്പോൾ ax³ ആണല്ലോ. p(-2) എന്ന് പറയുമ്പോൾ x-ലോടത്തൊക്കെ -2 കൊടുക്കുക എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. x-ലോടത്തൊക്കെ -2 കൊടുക്കുക. p(-2) എന്ന് പറഞ്ഞിട്ട് പോകണം. p(-2) എന്താ വരിക? p(-2) എന്ന് പറയുമ്പോൾ a(-2³ പ്ലസ് b (-2² പ്ലസ് -2 -6 എന്ന് വരും. അല്ലെങ്കിൽ -2ന്റെ ക്യൂബ് എത്ര വരിക? -2 × -2 എത്രയാണ്? -8 ആണ് അല്ലെ? -8a പിന്നെ -2² എന്താണ് 4 ആണ്. -2 × -2 4 അല്ലേ? അപ്പൊ 4b -2 -6. ഓക്കെ, ഇനി പറഞ്ഞേ ഈ -2 -6 എന്താണ്? -8 ആണ്. അപ്പൊ -8a പ്ലസ് 4b -8 എന്ന് വരും. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞാൽ p(-2) എന്തിനോട് ഈക്വൽ ആയിരിക്കും? 0നോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. ഈ -8 അപ്പുറത്തേക്ക് പോകുമ്പോൾ +8 ആയിട്ട് വരും. അപ്പൊ -8a പ്ലസ് 4b ഈസ് ഈക്വൽ ടു എന്താണ് 8 ആണ്. ഇത് ആദ്യത്തെ ഇക്വേഷൻ. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് ഇതിലെല്ലാത്തിനും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്താ 4 കൊണ്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. എന്നാ 4 കൊണ്ട് ചെയ്യാം. ഓക്കെ, എല്ലാത്തിനും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഞാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 4 എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2a ഉണ്ടാവും. അപ്പൊ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ b ഉണ്ടാവും. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ഉണ്ടാവും. ഇതാണ് ഇക്വേഷൻ 1. ഇത് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. -2a പ്ലസ് b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, റെഡി. ഇനി അടുത്ത് p(2) = 4 ആണ്. p(2) = 4 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ലൈക്ക് p(-2) ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? x-ലോടത്തൊക്കെ -2 കൊടുത്തു. p(2) ആകുമ്പോൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ നിൽക്കാൻ പറ്റുമോ? x-ലോടത്തൊക്കെ 2 കൊടുക്കാം. എന്താണ് p(x) = ax³ പ്ലസ് bx² പ്ലസ് x-6 ആയിരുന്നല്ലോ. അപ്പൊ p(2) എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? p(2) എന്ന് പറയുമ്പോൾ a
2³ പ്ലസ് ബി ഇൻറ്റു 2² പ്ലസ് 2 മൈനസ് 6 അല്ലേ? ശരിയല്ലേ? അപ്പം എന്താ വരിക? 8a പ്ലസ് 4b 2 മൈനസ് 6 എന്താണ്? -4 അല്ലേ? -4 എന്ന് വരും. ഈക്വൽ ടു എന്താണ്? P(2) ആണ്. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് ഈ P(2) എന്തിനോട് ഈക്വൽ ആണ്? 4നോട് ഈക്വൽ ആണ്. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അത് 4 ആണ്. അപ്പൊ 4 ഈസ് ഈക്വൽ ടു എന്ത് വരടാ? 8a പ്ലസ് 4b മൈനസ് 4. ഈ -4 ഇങ്ങോട്ടേക്ക് വരട്ടെ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? അത് +4 ആയിട്ട് വരും. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈൻ തിരിഞ്ഞു പോകുമല്ലോ. ഏത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിലും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് വരികയാണെങ്കിലും സൈൻ എന്താണോ അത് തിരിഞ്ഞു പോകും. മൈനസ് ഉള്ള പ്ലസ് ആവും, പ്ലസ് ഉള്ള എന്തായി പോകും? മൈനസ് ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടി, എന്ത് കിട്ടി? 8a പ്ലസ് 4b എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 + 4 8 ആണ്. ഇനി പറയണം അറിയില്ലേ? അടുത്ത എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യാം? 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ 4 കൊണ്ട്, ഇതിനെ 4 കൊണ്ട്, ഇതിനെ 4 കൊണ്ട്, അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 8a/4 എന്താ വരിക? 2a. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ b, ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. ഇക്വേഷൻ 2 കിട്ടി. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനും കൂടി ജസ്റ്റ് സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് എന്താണ്? -2a പിന്നെന്തായിരുന്നു? പ്ലസ് ബി ഈക്വൽ ടു 2 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 എന്നായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഈ രണ്ട് ഇക്വേഷൻ കൂടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ് ആ രണ്ട് ഇക്വേഷൻ. ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. രണ്ട് ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത്ര നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ആദ്യത്തെ ആളുടെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളുടെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടിന്റെ ഇപ്പൊ ബിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെയും ബിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്താൽ എങ്ങനെ ചെയ്താലും ആൻസറിലേക്ക് എത്തും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഈ -2aയും അല്ല 2aയും -2a എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും? 2a - 2a എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ബി ഉണ്ട്, ബി എന്തായിട്ട് വരും? 2b. അപ്പൊ 2b ഈസ് ഈക്വൽ ടു എന്താ വരിക? 4 എന്നാ വരിക. 2b ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ ബി ഈസ് ഈക്വൽ എത്ര വരിക? ബി ഈക്വൽ 2 അല്ലേ വരിക? രണ്ട് ഭാഗത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വിച്ച് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ എന്ത് വരും? 2 എന്ന് വരും. ഓക്കെ, ഇപ്പൊ ബിന്റെ വാല്യൂ കിട്ടി. ഇനി ഇതേപോലെ എന്റെ വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഫസ്റ്റത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ ഇക്വേഷനിലാണ് വേണ്ട, ഏതെങ്കിലും ഇതിലിട്ട് കൊടുത്താൽ പോലെ. ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? 2a പ്ലസ് ബി എന്നുള്ളതിന്റെ പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? 2 എന്ന് കൊടുക്കുകയാണ്. ഈക്വൽ ടു 2. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ 2 - 2 ഈക്വൽ ടു 0 വരും. അപ്പൊ 2a ഈക്വൽ 0 ആണെങ്കിൽ a ഈക്വൽ ടു എന്താണ്? a ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്റെ വാല്യൂ 0 കിട്ടി, ബിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. എന്റെ വാല്യൂ 0 ആണ്, ബിന്റെ വാല്യൂ 2 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. എത്ര ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു? കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാണ്, എത്ര ആൾക്കാർ ചെയ്യും നോക്കട്ടെ. ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര ആൾക്കാർക്ക് ഉത്തരം കിട്ടി എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ, ഞാൻ ചെയ്യുന്നതിന് മുന്നേ എത്ര ആൾക്കാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് പറയാം. ഓക്കെ, ഇഫ് ബോത്ത് x-2 and x-1/2 ആർ ഫാക്ടേഴ്സ് ഓഫ് ഏത് 2px² പ്ലസ് 5x പ്ലസ് r, അങ്ങനെയാണെങ്കിൽ എന്താണ് പിന്റെയും ആറിന്റെയും വാല്യൂ? അല്ലെ, അല്ല പി ഈക്വൽ ടു എന്നുള്ള രീതിയിലാണല്ലോ ചോദിച്ചത്. ഇപ്പൊ പി ഈക്വൽ ടു എന്താന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ x-2 ഫാക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, x-2 ഫാക്ടർ ആണെങ്കിൽ എപ്പം വിളിച്ചാലും x-2 ഫാക്ടർ ആണെങ്കിൽ സാറേ P(2) ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. x-1/2 ഫാക്ടർ ആണെങ്കിലോ P(1/2) എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് സംഗതി, അത്രേ ഉള്ളൂ. ആ രണ്ട് ഇക്വേഷൻ കിട്ടും, രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടി, കത്തം. ഓക്കെ, അപ്പൊ എന്താ വരിക? x-2 ഫാക്ടർ ആണെങ്കിൽ അപ്പൊ നമ്മൾ എഴുതും, വേറെ ഒന്നും നോക്കൂല, P(2) ഈക്വൽ ടു 0. x-1/2 ഫാക്ടർ ആണെങ്കിൽ അപ്പൊ നമ്മൾ എഴുതും എന്ത്? P(1/2) ഈക്വൽ ടു 0. ആ രണ്ട് കാര്യങ്ങൾ അപ്പം തന്നെ എഴുതി. അപ്പൊ P(2) ഈക്വൽ 0, P(1/2) ഈക്വൽ 0. അപ്പൊ നോക്കുന്ന വിധേ 2px² പ്ലസ് 5x പ്ലസ് r ആണല്ലോ എന്ത്? ഈ P(x) എന്ന് പറയുന്ന ആള്. അപ്പൊ P(2) എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 2p × 2² പ്ലസ് 5 × 2 പ്ലസ് r എന്ന് വരും. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്തത്? ജസ്റ്റ് എക്സിന്റെ വാല്യൂസ് ഇട്ട് കൊടുത്തു, വേറെ ഒന്നും ചെയ്തോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും വരിക? 2p × 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്ലസ് 10 പ്ലസ് r, അല്ലെങ്കിൽ 8p പ്ലസ് 10 പ്ലസ് r
ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സീറോനോട് ഈക്വൽ ആയിരിക്കും. കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പി ഓഫ് ടു എന്താണ്? ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ നമുക്ക് പി ഓഫ് ടു ഈക്വൽ ടു എന്ത് കിട്ടി? സീറോ കിട്ടി. പി ഓഫ് ടു ഈക്വൽ ടു സീറോ കിട്ടി. പിന്നെ അതേപോലെ പി ഓഫ് 1/2 ഈക്വൽ ടു എന്താണെന്ന രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. പി ഓഫ് 1/2 ഈക്വൽ ടു എന്നുള്ളത്. അപ്പൊ പി ഓഫ് 1/2 നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2px² പ്ലസ് 5x പ്ലസ് r ആണ്. അപ്പൊ പി ഓഫ് 1/2 എന്ന് പറയുമ്പോഴോ 2p ഇൻറ്റു 1/2² പ്ലസ് 5 ഇൻറ്റു 1/2 പ്ലസ് r ആണ്. അല്ലെങ്കിൽ 2p ഇൻറ്റു 1/2ന്റെ സ്ക്വയർ എന്താണ്? 1/4 പ്ലസ് 5/2 പ്ലസ് r. ഇതോട് ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. പറയണ്ടല്ലോ. അപ്പൊ p/2 പ്ലസ് 5/2 പ്ലസ് r ഇതാണ് എന്ത്? പി ഓഫ് 1/2. ആക്ച്വലി പി ഓഫ് 1/2 നമുക്ക് എന്ത് തന്നെയാണെന്ന് അറിയാം, സീറോ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഐഡിയ ഉണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ, 1/2 സീറോ ആണ്, ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദെൻ പി ഈക്വൽ ടു എന്നുള്ള പിന്റെ വാല്യൂ എന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ആറിന്റെ ടേംസിലാണ്. ഒന്ന് മാത്രമാണ് ആറിന്റെ ടേംസിലല്ല തന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ ആറിന്റെ ടേംസിലായതുകൊണ്ട് ഞാൻ പീന് എന്തെങ്കിലും ചെയ്ത് ആറിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. പീന് എന്തെങ്കിലും ചെയ്തിട്ട് ആറിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇവിടെ ഞാൻ നോക്കുമ്പോഴേ ഇവിടെ 8p പ്ലസ് 10 പ്ലസ് r ഉണ്ട്. അപ്പൊ ഇതിനെ ഞാൻ എന്താക്കാൻ പറ്റും? 8p പ്ലസ് r ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ -10 എന്ന് എഴുതി കൂടെ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു ഐഡിയ, ഞാൻ എന്താ വിചാരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിൽ 8p പ്ലസ് r 10 ഉണ്ട്. അപ്പോൾ പിയും ആറും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടണത്. അറ്റ് ദി എൻഡ് നമുക്ക് അതാണ് കിട്ടേണ്ടത്, പിയും ആറും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് എങ്ങനെയാണ്? ഈ പിനും ആറിനും ആവശ്യമുണ്ട്, ഈ 10 ഒക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഈ ആവശ്യമില്ലാത്ത ഈ നമ്പേഴ്സിനെ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആലോചിച്ചത് അതാണ്, ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഞാൻ അതാണ് ആലോചിച്ചത്. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും ഈ -10 ഒഴിവാക്കണം. അപ്പൊ അത് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ കൂടി നോക്കുകയാണ്. p/2 പ്ലസ് എന്താണ് 5/2 പ്ലസ് r ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ ഈ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ എല്ലാത്തിലും ഡിവൈഡ് ബൈ 2 ഉണ്ട്. ഈ ഡിവൈഡ് ബൈ 2നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? രണ്ട് ഭാഗത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇത് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ടും പോകും. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു b/2. 2 ഇൻറ്റു b/2 എന്ന് പറയുമ്പോൾ മൈൻഡിൽ വന്നു പോകണം. എങ്ങനെ? 2 ഇൻറ്റു b/2 എന്ന് പറയുമ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകണം. ഇവിടെ p എന്ന് വരും പ്ലസ്. പിന്നെ 2 ഇൻറ്റു 5/2 എന്ന് പറയുമ്പോൾ ഇതാ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകണം. അതേപോലെ എല്ലാവരെയും ക്യാൻസൽ ചെയ്ത് മൈൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പൊ എന്തായിട്ട് വരും? 2 ഇൻറ്റു 5/2 എന്ന് പറയുമ്പോൾ 2ഉം 2ഉം പോയി, പിന്നെ ബാക്കി ആരുണ്ടാവുള്ളൂ? 5 ഉണ്ടാവുള്ളൂ. പ്ലസ് 2 ഇൻറ്റു r 2r. പിന്നെ 0 ഇൻറ്റു 2 എന്തായാലും തന്നെയാണ് 0 ആണ്. ഓക്കെ ആണ്. ഇനി ഇവിടെ ഞാൻ ആ പരിപാടി തന്നെ എടുക്കുകയാണ്. നമ്പേഴ്സിന് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ +5നെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് വരും? -5 ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇയാളാണ്, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇയാളാണ്. ഇതിലെ രണ്ടിൽ നമ്മളുടെ ഉദ്ദേശം വളരെ സിമ്പിൾ. നമ്മുടെ ഉദ്ദേശം വളരെ പ്യൂർ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. ആ നമ്പറിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അല്ലേ? ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കിട്ടിയതേ എന്തായിരുന്നു? 8p പ്ലസ് r ഈസ് ഈക്വൽ ടു -10. 8p പ്ലസ് r ഈസ് ഈക്വൽ ടു -10 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയ സമയത്താണെങ്കിൽ p പ്ലസ് 2r ഈക്വൽ ടു -5 ആണ്. ഇവിടെ -10 ആണ്, ഇവിടെ -5 ആണ്. അതൊരു പ്രശ്നമാണ്. രണ്ടിനെയും നമുക്ക് ഒരേ നമ്പറിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ വീണ്ടും ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാ ചെയ്തത് എളുപ്പം മനസ്സിലാവും. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും ഞാൻ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് എല്ലാവരിലേക്കും മൾട്ടിപ്ലൈ ആയി പോലെ. അപ്പൊ 2 ഇൻറ്റു p എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 2p. പിന്നെ അടുത്ത് 2 ഇൻറ്റു 2r എന്ന് പറയുമ്പോൾ എന്താ വരിക? 4r. പിന്നെ ഇവിടെ -5 ഇൻറ്റു -2 എന്താണ്? -5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താ വരിക? -10. ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ടു -10 ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഈ -10 ഒഴിവാക്കാനാണല്ലോ. അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ടും ഈ സെയിം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ രണ്ടും സെയിം ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആൾക്കാർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഈക്വൽ ടു ഈ സാധനം എഴുതാൻ പറ്റും. അതായത് ഇയാൾ ഈക്വൽ ടു ഇയാളാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഈക്വൽ ടു ഈ സാധനം എന്നുള്ള രീതിയിൽ എഴുതുന്ന ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൻ പറ്റും? 8p പ്ലസ് r ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? 2p പ്ലസ് 4r എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഈ ഇക്വേഷനിൽ നമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി
ഈ പി ഉള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലോട്ടും ആറുള്ള ആൾക്കാരെ വേറെ സൈഡിലോട്ടും കൊണ്ടുവന്നാൽ ഉത്തരമായി. അപ്പൊ നോക്കുന്ന സമയത്തേ ഈ 2p ഞാൻ അങ്ങോട്ടേക്ക് എടുത്താൽ എന്തായിട്ട് വരും? 8p മൈനസ് 2p ആവും. ഈ 6 ഉള്ള ആളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ -6 ആയിട്ട് വരും. 8p മൈനസ് 2p എന്താണ്? 6p ആണ്. 6p = 3r ആണ്. ഈ രണ്ട് ഭാഗത്ത് 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ 6 6 പോയി 3 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 അല്ലേ വരിക? 3 3 1 ടൈംസ്, 6 3 2 ടൈംസ്, വിച്ച് ഇംപ്ലൈസ് p = r/2. കണ്ടോ ഞാൻ പറഞ്ഞപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞപ്പോൾ കുറച്ച് സമയം എടുത്തുന്നുള്ളൂ. ഇത്ര സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് സംഭവം അത്രേ ഉള്ളൂ. നമ്മൾ ആ p(2 = 0) ഉപയോഗിച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. p(1/2 = 0) ഉപയോഗിച്ചിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പിയും ആറും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ പിയും ആറും മതി, ആവശ്യമില്ലാത്ത ആരാണ്? നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? ആ നെഗറ്റീവ്, അതായത് ഇവിടെ 10 ആയിരുന്നു, അതിന് അപ്പുറത്തേക്ക് എടുത്തു. ഇവിടെ 5 ആയിരുന്നു, അതിന് അപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ -5 ഒക്കെ ഇല്ലായിരുന്നു, ഇറേസ് ചെയ്ത് പോയില്ലേ? കുഴപ്പമില്ല. അപ്പോൾ അത് ഇറേസ് ചെയ്ത് പോയതാണ്. അപ്പൊ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാരെ വെക്കുക, ആവശ്യമില്ലാത്ത ആൾക്കാരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. രണ്ടും സെയിം ആയി കിട്ടി. ആ രണ്ടും സെയിം ആയി കിട്ടിയ രണ്ടിലും -10 ആയിട്ട് കിട്ടി. അപ്പൊ RHS സെയിം ആണെങ്കിൽ LHS സെയിം ആയിരിക്കും. അപ്പൊ ആ നമ്പേഴ്സ് ഇല്ലാത്തൊരു ഇക്വേഷൻ കിട്ടി. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഉത്തരം കിട്ടി. സിമ്പിൾ. പറയാൻ സിമ്പിൾ, ചെയ്യാൻ സിമ്പിൾ ആണോ? സിമ്പിൾ ആണ് അല്ലേ? ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് വരും. കോയി ബാത്ത് നഹി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇഫ് a + b + c = 0 then a³ + b³ + c³ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് a + b + c എന്താണ്? a³ + b³ + c³. നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അത്ര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലാത്ത ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ a + b + c തന്നിട്ട് a³ + b³ + c³ ആണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ആലോചിക്കേണ്ടത്. രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാണോ ഇക്വേഷൻ? ആരാണത്? ഇക്വേഷൻ അറിയാത്ത ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് a³ + b³ + c³ - 3abc എന്തായിരിക്കും? a + b + c × a² + b² + c² - ab - bc - c. കാണാൻ വലുതാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ ഉണ്ട് അതിൽ. എന്താണ്? a³ + c³ a³ + b³ + c³ - 3abc എന്ന് പറഞ്ഞാൽ a + b + c. പഠിച്ചു. ഫസ്റ്റ് ഡേ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ a² + b² + c² - ab - bc - ca. ഓക്കെ, 2-3 വട്ടം പറഞ്ഞ് പഠിച്ചാൽ പഠിക്കാവുന്നേ ഉള്ളൂ. അതിലൊരു സംഭവം ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈ സാധനം = 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്തായി പോയി? 0 ആയിപ്പോയി. 0നെ കൊണ്ട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 0നെ കൊണ്ട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വലിയൊരു 0 ആയിപ്പോയി. അപ്പൊ ഈ ഇക്വേഷൻ ബേസിക്കലി എന്തായി പോയി? a³ + b³ + c³ - 3abc എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ബേസിക്കലി 0 ആണ്. കാരണം ഈ സാധനം 0 ആണ്. അപ്പൊ മറ്റേ 0 ആണ്. അല്ല, ഇത് 0 കൊണ്ട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലും പിന്നെ 0 തന്നെ വരിക. ഈ -3abc അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? a³ + b³ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട്. 3abc എന്ന് വരും. ഓക്കെ, ഇതെപ്പം a + b + c 0 ആവുന്ന സമയത്ത്. അടുത്ത് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് when x⁴ - 2x³ പിന്നെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിനെ ഡിവൈഡ് ചെയ്യണം. x - 1 and x + 1. The remainders are 5 and 19 respectively. The values of a and b എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനെ x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? 5 ആണ്. 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, x + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് റിമൈൻഡർ. x + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 19 ആണ് റിമൈൻഡർ. പറടാ, x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 കിട്ടുകയാണെങ്കിൽ എന്താണ്? ഞാൻ പറഞ്ഞാണ്, റിമൈൻഡർ തിയറം പറഞ്ഞാണ്. x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്താ വരിക? p(1) ആണ്. x - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ്? p(1) ആണ്. ആ റിമൈൻഡർ ആണ് ഇവർ തന്നിട്ടുള്ളത് എന്ത്? 5. അപ്പൊ p(1) = 5 ആണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? p(1) = എന്താണ്? 5 ആണ്. അതേപോലെ x + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താ കിട്ടുക? p(-1) ആണ്. എന്താണ്? p(-1) ആണ്. ആ റിമൈൻഡർ p(-1) ആണ്. ആ റിമൈൻഡർ ആണ് ഇവർ തന്നിട്ടുള്ളത് എന്ത്? 19 എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ p(1) 5 ആണ്,
പി ഓഫ് -1 എന്താണ് 19 ആണ്. ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലടാ, നോക്കാം നമുക്ക്. ഇവിടെ പോയി ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, റീസ് റിമൈൻഡർ 4 when divided by x - 2 എന്ന് പറഞ്ഞിട്ട്. അതേ ടൈപ്പ് സാധനമാണ് ഇവിടെ. ഇവിടുത്തെ കേസിലാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ ഡിഫറെന്റ് ആണെന്നല്ല, രണ്ടും നമുക്ക് റിമൈൻഡേഴ്സ് ആണ് തന്നത്. അവിടെ ഒരു ഫാക്ടറും ഒരു റിമൈൻഡറും എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ രണ്ടും റിമൈൻഡേഴ്സ് ആണ്. പി ഓഫ് 1 = 5 ആണ്, പി ഓഫ് -1 = എന്താണ് 19 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പി ഓഫ് 1 = 5 എന്ന് പറയുമ്പോൾ എന്താ വരിക നോക്കാം. ഇയാൾ എന്തായിട്ട് വരും? ഈ ഇക്വേഷൻ എന്തായിട്ട് വരും? നമുക്ക് അതിൽ 1 ഇട്ട് കൊടുക്കാം. അത് പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് x⁴ - 2x³ + 3x² - ax + b. ഇപ്പൊ പി ഓഫ് 1 എന്ന് പറയുമ്പോഴോ 1⁴ - 2 × 1³ + 3 × 1² - a × 1 + b, അല്ലെങ്കിൽ 1 - 2 + 3 - a + b. കാരണം ഞാൻ പറഞ്ഞല്ലോ 1⁴ എന്ന് പറഞ്ഞാലും 1�3 എന്നൊക്കെ പറഞ്ഞാലും തന്നെയാണ് 1 തന്നെയാണ്. 1 - 2 + 3 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 1 - 2 എന്ന് പറയുമ്പോൾ -1 -1 + 3 എന്ന് പറയുമ്പോൾ 2 അല്ലേ? പി ഓഫ് 1 = എന്താണ്? ഒരു 5 ആണ് തന്നിട്ടുണ്ട്. ഓൾറെഡി ഈ പി ഓഫ് 1 5 ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 5 = എന്ത് കിട്ടി? 5 = 1 - 2 - 1 + 3 2. അപ്പൊ 2 - a + b. ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് വരും? -2 ആയിട്ട് വരും, അല്ലെങ്കിൽ 5 - 2 ആയിട്ട് വരും. 5 - 2 = -a + b, അല്ലെങ്കിൽ -a + b എന്ന് വരും. അപ്പൊ 5 - 2 എന്താണ്? 3 ആണ്. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയ -a + b = 3. ഇതേപോലെ നിങ്ങൾക്ക് ഈ പി ഓഫ് 1 = ഇത് കിട്ടി. അപ്പൊ പി ഓഫ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പി ഓഫ് -1 = എന്താ വരിക? പി ഓഫ് -1 = എന്താ വരിക? കാരണം ഞാൻ പറയണ്ടല്ലോ എന്താണ്, പി ഓഫ് 1 = 5 ആണ്, പി ഓഫ് -1 = 19 ആണ്. റിമൈൻഡർ 19 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ പി ഓഫ് -1 ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. ഞാൻ എന്താ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. a + b = 13 എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് കിട്ടുക. അപ്പൊ ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പി ഓഫ് -1 = 9 അല്ലേ, അവിടെ 1 കൊടുത്തു. ഈ 1 കൊടുക്കുന്നതിന്റെ പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? -1 എടുക്കുക. അപ്പൊ -1⁴ - 1³ ആ രീതിയിലാണ് പോവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിന്റെ റിമൈൻഡർ എന്താണ്? 19 ആണ്. അപ്പൊ അത് പി ഓഫ് -1 = എന്താ വരിക? 19 എന്നുള്ള രീതിയിലാണ് അവിടുത്തെ കേസിൽ വരിക. അപ്പൊ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് a + b = 13 എന്നാണ് കിട്ടുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കുമ്പോൾ -a പോയി 0 ബിയും എന്തായി പോകും? 2b = എന്ത് വരും? 16. അപ്പൊ അങ്ങനെയാണെങ്കിൽ b = എത്ര വരും? 16/2 8 എന്ന് വരും. ഇനി ഒരു ഇക്വേഷൻ കിട്ടി, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കും. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ a + b = 13. അപ്പൊ a + 8 = 13, അല്ലെങ്കിൽ a = 13 - 8 = എന്താ വരിക? 5 എന്ന് വരും. 13 - 8 എത്രയാണ്? 5 ആണ്. അപ്പൊ എന്റെ വാല്യൂ കിട്ടി, ബിന്റെ വാല്യൂ കിട്ടി. എന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. ബിന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. ഓപ്ഷൻ സി. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇഫ് x - 2 and x + 3 ആർ ബോത്ത് ഫാക്ടേഴ്സ് ഓഫ് ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, x³ + 2x² - 5x - 6, then the third factor is എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ കേസിൽ നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 20യുടെ ഫാക്ടേഴ്സ് ആണ് ആരൊക്കെ? അല്ലെങ്കിൽ 20നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു 2 × 5 × 2 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതി വിചാരിച്ച ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ അതിന് 3 ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ x - 2 x + 3 ഒരു ഫാക്ടറാണ് തന്നിട്ടുണ്ട്, 2 ഫാക്ടേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ഈ മൂന്നാമത്തെ ഫാക്ടർ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ 20 എന്ന് പറഞ്ഞാൽ 2 × 5 × 2 ആണ്. 3 നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് എഴുതുകയാണെങ്കിൽ അപ്പൊ ഇവിടെ ഈ 2 × 5 എടുത്താൽ എന്താ കിട്ടുക? 10. 10 20യുടെ ഒരു ഫാക്ടർ അല്ലേ? ആണ്. 10 20യുടെ ഒരു ഫാക്ടറാണ്. കാരണം 20 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് മൂന്നാമത്തെ ഫാക്ടർ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ 2 ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആളെ കിട്ടുമല്ലോ. അയാൾ
ഈ ആളുടെ ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് ഈ x³ + 2x² - 5x - 6ന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. നമ്മളിപ്പോൾ ഏതുപോലെയാണ്, ഇപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 2 × 5 × 2 ആണ്. അത് 2 × 5 മാത്രം എടുക്കുകയാണെങ്കിൽ 10 ആണ്. ഈ 10 എന്ന് പറഞ്ഞാൽ 20യുടെ ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ x - 2 x + 3 ഇതിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫാക്ടർ തന്നെ ആയിരിക്കും. അതാണ് അവിടുത്തെ ലോജിക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ 3 ഫാക്ടർ ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ഫാക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. x - 2 × x - 3 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? ഇത് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, എല്ലാവരിലേക്കും പോവാണ്. എന്താ വരിക? x². ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ x², ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -3x, പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -2 × x - 2x, ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ -2 × -3 എന്ന് പറയുമ്പോൾ എന്താണ്? +6. അപ്പൊ എന്താണ് വരിക? x² - 5x + 6 എന്നാണ് വരിക. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഫാക്ടർ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഇപ്പൊ 20യുടെ ഫാക്ടർ ആണ് ഇത് 10 എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 20 / 10 = കറക്റ്റ് 2 ഒരു ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഫാക്ടർ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന് ഡിവിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അതേ ലോജിക്ക് വെച്ച് പറയാൻ പറ്റും, ഇതിന്റെ ഒരു ഫാക്ടർ ആണ് ഇതെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെ, അതായത് മുകളിലുള്ള ആളെ താഴെയുള്ള ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു x² - 5x + 6 ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഫാക്ടർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? x³ + 2x² - 5x - 6 ആണ്. അതായത് x³ + 2x² - 5x - 6 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. എന്തിനെ കൊണ്ട്? x² + x - 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, കറക്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ലോങ് ഡിവിഷൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഈ x³, അതായത് ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ നോക്കാം. ഈ x³ x² നോക്കാം. ഈ x³ x² ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടാം? വളരെ ഈസി, x ആണ് കിട്ടുക. അപ്പൊ x എന്ന് മുകളിൽ കൊടുക്കാം, x എന്ന് കൊടുത്തു. ഇനി ഇതിനെ ഇവിടെ ഉള്ള എല്ലാവരെ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എക്സിനെ ആദ്യം നമ്മൾ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ എന്ന് കിട്ടും, x³ എന്ന് കിട്ടും. പിന്നെ അതേപോലെ എക്സിനെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² എന്ന് കിട്ടും. പിന്നെ എക്സിനെ -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? -6x എന്ന് കിട്ടും. ഇതെന്ത് ചെയ്യുക? യൂഷ്വലി ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് സബ്ട്രാക്ഷൻ ആണല്ലോ ചെയ്യാറ്, അതേപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യണം. x³ - x³ ഇതും എന്തായിപ്പോയി? 0 ആയിപ്പോയി. പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 2x² ഉണ്ട്, x² ഉണ്ട്. 2x² - x² എന്താണ്? x² തന്നെ അല്ലേ? 2x² നിന്ന് ഒരു x² സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? x² അല്ലേ കിട്ടുക. അപ്പോൾ എന്താ കിട്ടുക? x² ആണ് കിട്ടുക. ഇനി അടുത്ത് ഈ -5x നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത് -6x ആണ്. അതായത് ഇങ്ങനെ -5x നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത് എന്താണ്? -6x ആണ്. അതായത് -5x മൈനസും മൈനസും കൂടെ അടുത്ത് വന്നാൽ എപ്പോഴും എന്തായിപ്പോവും? പ്ലസ് ആയിപ്പോവും. അപ്പൊ -5x + 6x ആണ്. എന്താ -5x + 6x? x വെറും അല്ലെങ്കിൽ 1x ആണ്, അല്ലെങ്കിൽ x ആണെന്ന് പറയാം. അപ്പോൾ എന്താ വരുന്നത്? x ആണ് അവിടെ വരുന്നത്. ഓക്കെ, അവിടെ എന്താ വരിക? x ആണ് വരിക. അപ്പൊ -5x - -6x വരുന്ന സമയത്ത് -5x + 6x ആവും, അല്ലെങ്കിൽ എന്തായിട്ട് വരും? x ആയിട്ട് വരും. +x, പിന്നെ ആരും കൂടി ഉണ്ട് ഇവിടെ -6 ഉണ്ട്, അത് താഴത്തോട്ട് ഇറക്കിയിടുന്ന സമയത്ത് എത്ര വരും? -6 വരും. ജസ്റ്റ് ഈ സബ്ട്രാക്ട് ചെയ്യാന്നുള്ളൊരു സംഭവം. ഇനി നോക്കണം കറക്റ്റ് ആയിട്ട് നേരത്തെ ചെയ്ത അതേ പരിപാടി, അതായത് ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഇയാളെയാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഇയാളെയും നോക്കി. ഇവിടുത്തെ കേസിലാണെങ്കിൽ നമുക്കിപ്പോൾ പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നിൽക്കുന്ന ആള് x². ഈ x² ഡിവൈഡ് ചെയ്ത് എന്താ വരിക? 1 എന്ന് കൊടുക്കുക, മുകളിൽ 1 എന്ന് കൊടുക്കുക, +1. ഈ 1നെ കൊണ്ട് ഇയാളെയും എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? x² + x - 6. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ ഡയറക്റ്റ് മുകളിൽ താഴെ ഒരേ ആൾക്കാരല്ലേ, അപ്പൊ ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഉത്തരം അതായിരിക്കും തേർഡ് ഫാക്ടർ. അതായിരിക്കും എന്ത്? തേർഡ് ഫാക്ടർ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടുത്തെ കേസിൽ തേർഡ് ഫാക്ടർ ഏതാണ്? x + 1 ആണ്. അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കണം. x + 1/x = 5 ആണ്. അങ്ങനെയാണെങ്കിൽ x³ + 1/x³ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. നമ്മളൊരു ഫോർമുല അറിയാമെങ്കിൽ എന്താ മക്കളെ? a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + b² + 2ab ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ a + b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാലോ? നോക്കണം, a + b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? a³ + b³ + 3ab
ഇൻറ്റു എ പ്ലസ് ബി. മക്കളെ മറക്കരുത്, ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിലും മറക്കരുത്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ബ്രാക്കറ്റിൽ എന്താണ് എ പ്ലസ് ബി ആണ്. എടാ അതേപോലെ ഇവിടെ എക്സ് പ്ലസ് 1/xന്റെ തന്നിട്ടുണ്ട്, എന്നിട്ട് എക്സ് ക്യൂബ് പ്ലസ് 1/x³ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് എടുക്കുകയാണെന്ന് പറയും, ഈ എക്സ് പ്ലസ് 1/x തന്നിട്ടുണ്ടല്ലോ 5 ആണ്, ഞാൻ രണ്ട് ഭാഗത്തും ഒരു ക്യൂബ് എടുക്കുകയാണ്. എന്തിനാ ചെയ്തതെന്നുള്ളത് ഇപ്പൊ മനസ്സിലാവും. ഇവിടെ ക്യൂബ് എടുത്തു, അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും, അപ്പൊ ഇവിടെ ക്യൂബ് എടുക്കുമ്പോൾ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 5 × 5 എത്ര വരിക 125. ഇവിടെ ക്യൂബ് എടുക്കുമ്പോഴേ ഇത് ആരെ പോലെയാണ്, എ പ്ലസ് ബി ഹോൾ ക്യൂബ് പോലെയാണ്. മക്കളെ പറ, എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. പറഞ്ഞത് മനസ്സിലായല്ലോ. എ ക്യൂബ് പ്ലസ് എവിടെ എന്റെ സ്ഥലത്ത് എക്സ് ആണ്, ബിന്റെ സ്ഥലത്ത് 1/x ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രം. നോക്കടാ, ഈ എക്സും ഇവിടെ ക്യാൻസൽ ആകാൻ പറ്റും. പിന്നെ ഇതെന്താ സാധനം, ഇവിടെ ഉള്ളത് x³ ആണ്. 1/x³ എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് ഡിവൈഡ് ബൈ x³ ആണ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇവിടെ എന്താ വരിക 1/x³ എന്നാണ് വരിക. പ്ലസ് 3 ഇൻറ്റു പറടാ ഈ എക്സ് പ്ലസ് 1/x എന്താന്നൊക്കെ നമുക്കറിയാം. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എന്താണ് 5 ആണ്. ഈക്വൽ ടു എന്ത് വരും 125 എന്ന് വരും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, x³ പ്ലസ് 1/x³ ഈസ് ഈക്വൽ ടു, ഇവിടെ 3 × 5 ഉണ്ടല്ലോ, 3 × 5 എന്ന് പറഞ്ഞാൽ എന്താണ് 15 ആണ്. ഈ 15 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് വരും -15 ആയിട്ട് വരും. -15. അപ്പോൾ 125 - 15 എന്ന് പറയുമ്പോൾ കറക്റ്റ് നമുക്ക് എന്താ വരിക 110 എന്ന് വരും. ഇതാണ് ആൻസർ. നമ്മൾ ചോദിച്ചിട്ടുള്ള x³ പ്ലസ് 1/x³ ആണ്. നമ്മൾ കറക്റ്റ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആ ഫോർമുല അറിയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കാം. അടുത്ത ക്വസ്റ്റൻ പറയുന്നത് ദി വാല്യൂ ഓഫ് k ഫോർ വിച്ച് x-1 ഈസ് എ ഫാക്ടർ ഓഫ് എന്നുള്ള രീതിയിലാണ്. x-1 ഫാക്ടർ ആണെങ്കിൽ പറടാ, x-1 ഫാക്ടർ ആണെങ്കിൽ p of 1 ഈസ് ഈക്വൽ ടു എന്താ വരിക 0 ആണ് വരിക അല്ലേ. അപ്പൊ p of x ഈസ് ഈക്വൽ ടു എന്താണ് kx² - 3x + k ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ p of 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക k × 1² - 3 × 1 + k ആണ്. അല്ലെങ്കിൽ k - 3 + k ആണ്. ഇത് നമുക്ക് അറിയാം. ഇതെന്തിലേക്കാ പോകുന്നത്, 0യിലേക്കാണ് പോകുന്നത്. kയും kയും കൂട്ടിയാൽ 2k. ഇപ്പൊ 2k - 3 = 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക 2k - 3 = 0 ആണെങ്കിൽ 2k = എന്താ വരിക മൈനസ് എപ്പുറത്തേക്കോട്ടെ, അപ്പൊ എന്താ വരിക 3. അല്ലെങ്കിൽ k = എന്ത് വരും 3/2 എന്ന് വരും. അപ്പൊ k ന്റെ വാല്യൂ എന്താണ് 3/2 ആണ്. ഓക്കെ, അപ്പൊ k ന്റെ വാല്യൂ നിങ്ങൾ കാണുന്നില്ലടാ, കാണുന്നില്ലേ, എന്നെ കാണുന്നില്ലേ എന്നല്ല, ആൻസർ കാണുന്നില്ല. k = എന്താണ് 3/2 ആണ്. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ പുതിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ് 8a³ - 12a². ഇത് ഏത് ഇക്വേഷൻ ആണ്, ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് ഏതുമായിട്ടാണ് മാച്ചിങ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് ഇക്വേഷൻ ആണ്. നമ്മളിപ്പോ a+b ഹോൾ ക്യൂബിന്റെ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് a+b ഹോൾ ക്യൂബിന്റെ ഇക്വേഷൻ, a³ + b³ + 3ab ഇൻറ്റു a+b. ഇത് ചില ബുക്കിലെ ഈ രീതിയിലും കാണാറുണ്ട്. a³ പ്ലസ് ഞാൻ കാണിച്ചു തരാം b³. ഇത് ബ്രാക്കറ്റ് തുറക്കണത് എന്താ വരിക 3a² + 3ab². അല്ലെങ്കിൽ ഇതിന് എങ്ങനെ എഴുതിക്കൂടെ a³ + 3a² + 3ab² + b³. ഇങ്ങനെയും ചില ബുക്കിൽ കാണാറുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ പഠിപ്പിച്ചത്. ചില ബുക്കിൽ ഈ ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ല. ഇത് ബ്രാക്കറ്റ് തുറന്നപ്പം 3a² b ആയി 3ab² ആയി. അതുകൂടെ വന്നു ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ ചില ബുക്കിൽ കാണാറുണ്ട്. അപ്പൊ ഫോർമുല എന്താണ് a³ + 3a² b + 3ab² + b³. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു സംഭവം പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് a+b ഹോൾ ക്യൂബിന്റെ ഫോർമുലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. a+b ഹോൾ ക്യൂബിന്റെ ഓക്കെ, മക്കളെ മനസ്സിലാക്കേണ്ടത് a - b ഹോൾ ക്യൂബിന്റെ ഫോർമുല പഠിക്കാനേ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, ഈ a+b ഹോൾ ക്യൂബിന്റെ ഫോർമുല പഠിച്ചല്ലോ, അതിൽ പ്ലസ് 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 ആണല്ലോ, നമ്മൾ എന്ത് ചെയ്യും പ്ലസ് മൈനസ് ആ ഒരു സംഭവം ഉപയോഗിച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും വരിക a³ - 3a² b + 3ab² - b³. ഓക്കെ, അതാണ് ഫോർമുല. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് മൈനസ് ആ രീതിയിൽ ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേ ഞാൻ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണ്. ഇപ്പൊ 2a - b ഹോൾ ക്യൂബ്. അപ്പൊ എന്തായിരിക്കും വരടാ 2a - b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ എന്താ വരിക a³ അല്ല 2a³ ആ വരിക. കാരണം a ആവുമ്പോഴാണ് a³ 2a വരുമ്പോൾ 2a³ എന്ന് കൊടുക്കണം. -3
എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരിക? എ അല്ല, ഇവിടുത്തെ കേസിൽ 2a ആണ്. അപ്പൊ 2a ഹോൾ സ്ക്വയർ ബി പ്ലസ് 3a എന്ന് പറയുമ്പോൾ ഇവിടെ 2a വരണം. ഇവിടെ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ തന്നെ മൈനസ് ബി ക്യൂബ് എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടി. ഞാൻ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 2a ക്യൂബ് എന്ന് 2a ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്യൂബ് ഇത് എങ്ങോട്ടേക്കും പോകും, ഇങ്ങോട്ടേക്കും പോകും, രണ്ടാളിലേക്കും പോകും. അപ്പൊ എന്താ വരിക? 2 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? 8a ക്യൂബ് എന്ന് വരും. മൈനസ് 3 ഇത് നോക്കണം, 3 ഇൻറ്റു 2a സ്ക്വയർ എന്നാണ്, 2a ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇത് പല കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ പല കുട്ടികളും വരുത്തുന്നത് ഇത് ഇങ്ങനെ എഴുതി പോകും, 3 ഇൻറ്റു 2a സ്ക്വയർ എന്ന് എഴുതും. ഇങ്ങനെ എഴുതരുത്. ഇത് ബ്രാക്കറ്റ് ഈ 2a കംപ്ലീറ്റ് ആയിട്ട് ബ്രാക്കറ്റ് ഉണ്ട്, അത് മറക്കരുത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക? 2a സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു a സ്ക്വയർ, 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12, 12a സ്ക്വയർ. ഇവിടെ എന്താ വരുന്നത്? 12a സ്ക്വയർ. ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താ വരിക? 12a സ്ക്വയർ ബി എന്നാ വരിക. പ്ലസ് 3 ഇൻറ്റു 2 6ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. കറക്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ എടുത്തപ്പോൾ തന്നെ കറക്റ്റ് സാധനം എത്തി. ഏതാണ്? 2a മൈനസ് ബി ഹോൾ ക്യൂബ് ആണ് കറക്റ്റ് ആൻസർ. അത് ഫസ്റ്റ് തന്നെ കിട്ടിയതുകൊണ്ട് പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ഉത്തരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 8a ക്യൂബ് മൈനസ് 12a സ്ക്വയർ ബി പ്ലസ് 6ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ആ ഫോർമുല ഒന്ന് പഠിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് a പ്ലസ് ബി ഈക്വൽ ടു 5 ab ഈക്വൽ ടു 6, അങ്ങനെയാണെങ്കിൽ എന്താണ് a ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നാണ് ചോദിക്കുന്നത്. വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടോ? എന്താണ്, നമ്മൾ ആ ഫോർമുല പഠിച്ച ഒരാളാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ a പ്ലസ് ബി ക്വസ്റ്റ്യൻ നോക്കണം, a പ്ലസ് ബി ഉണ്ട്, a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാ ഇക്വേഷൻ? നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലല്ലോ. ഏതാണ്? a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു a പ്ലസ് ബി ആണ്. ഒരു ബുദ്ധിമുട്ടില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിൽ a പ്ലസ് ബി എന്താണ്? 5 ആണ്. അപ്പൊ 5 ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ സാധനം എന്താണ്? a ക്യൂബ് പ്ലസ് ബി. അതാണ് അറിയാത്തത്, അതാണ് ചോദിക്കുന്നത്. അപ്പൊ അത് അതുപോലെ നിൽക്കട്ടെ. a ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab 3 ഇൻറ്റു ab എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് തന്നിട്ടുണ്ട്. a പ്ലസ് ബി എന്താണ്? 5 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? a ക്യൂബ് പ്ലസ് ബി ക്യൂബ് 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. ഇവിടെ 3 ഇൻറ്റു 6 എത്രയാണ്? 18. 18 ഇൻറ്റു 5 എത്രയാണ്? മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാം, 90 എന്ന് കിട്ടും. അപ്പൊ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 125 മൈനസ് 90 എന്ന് വരും. അല്ലെങ്കിൽ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു 35 എന്ന് വരും. അപ്പൊ അതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് മക്കളെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ക്വസ്റ്റ്യൻസും നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് നിങ്ങൾക്ക് വിചാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റിയെന്നാണ്. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മാത്സ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മാക്സിമം തെറ്റുകൾ വരുത്തുക. തെറ്റുകൾ നിന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.